ഫ്രണ്ട്സ്, നിങ്ങൾക്ക് 10,000 രൂപയ്ക്കുള്ളിൽ തന്നെ ഒരു അടിപൊളി 5G ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു സ്മാർട്ട് ഫോൺ വേണം എങ്കിൽ ഫ്രണ്ട്സ്, അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ റിയൽമിയുടെ തന്നെ പുതിയ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള റിയൽമി C65 5G എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 5G സ്മാർട്ട് ഫോൺ ആണ് ഗൈസ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത്. അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ. വെയിലടിച്ചിട്ട് പോയ ഗൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽമിയുടെ സ്മാർട്ട് ഫോൺ ആണ് ഗൈസ് 5G ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ ഗൈസ്, ഇതിൽ എയർ ഗസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ ഉണ്ട്. അതായത് നമുക്ക് ജസ്റ്റ് ഫോൺ ഇങ്ങനെ നമ്മുടെ ഫോണിൽ ടച്ച് ചെയ്യാണ്ട് പുറത്തുകൂടി ഇങ്ങനെ എയർ വഴി സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോണും നൈസായിട്ട് അങ്ങ് സ്ക്രോൾ ആയിക്കോളും. അങ്ങനത്തെ ഒരു അടിപൊളി ഫീച്ചർ ഉണ്ട്. പിന്നെ നമ്മുടെ ഐഫോണിലുള്ള ഡൈനാമിക് ഐലൻഡ് ഇല്ലേ, ആ ഒരു സംഭവം ഗൈസ് ഈ വെറും 10,000 രൂപയുടെ ഫോണിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ക്യാമറ ആണെങ്കിൽ അടിപൊളി, ലുക്ക് ആണെങ്കിൽ നല്ല പ്രീമിയം ലുക്കിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്കിത് അൺബോക്സ് ചെയ്യാമായി തന്നെ ഈ ഫോൺ, എന്നിട്ട് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതുപോലത്തെ ടെക് വീഡിയോസിനൊക്കെ വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ റിയൽമിയുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി 5G സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള C65 5G റിയൽമി സ്മാർട്ട് ഫോൺ. അപ്പോൾ ഒരു യെല്ലോ ബോക്സിലാണ് ഗൈസ് നമുക്ക് വരുന്നത്. അത്യാവശ്യം വലിയൊരു ബോക്സ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ബോക്സ് ഓപ്പൺ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മേക്ക് ഇറ്റ് റിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ബോക്സിൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഗൈസ് കേസ് ആവാനാണ് ചാൻസ്. അതേ ഗൈസ്, നമുക്ക് ഈ ഒരു ഫോണിന്റെ കേസ് കിട്ടുന്നുണ്ട് ഇവിടെ. അതിൻ്റെ ഒപ്പം തന്നെ അതിലത്തെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു കുഞ്ഞു ബുക്കും കിട്ടുന്നുണ്ട് റിയൽമിയുടെ. പിന്നെ നെക്സ്റ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ഫോണാണ്. ഫോൺ ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ് വരുന്നത്. ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെയുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഗൈസ്, നമുക്ക് ഈ ഒരു ഫോണിന്റെ ഒപ്പം ചാർജിങ് അഡാപ്റ്റർ കിട്ടുന്നുണ്ട് ഗൈസ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ചാർജിങ് അഡാപ്റ്റർ ഈ ഒരു ഫോണിന്റെ ഒപ്പം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു C ടൈപ്പ് USB കേബിളും വരുന്നുണ്ട് ചാർജിങ്ങിന് വേണ്ടിയുള്ളത്. ഇനി ഫ്രണ്ട്സ് നമ്മുടെ ഫോണാണ് നെക്സ്റ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും ഫോൺ ഇങ്ങനെ കവർ ചെയ്യുന്ന വരാം. ഗൈസ്, ഇതാണ് നമ്മുടെ റിയൽമി C65 5G എന്നുള്ള ഫോൺ. ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഒറ്റ ലുക്കി കാണുമ്പോൾ ഈ ഒരു ഫോൺ 10,000 രൂപയ്ക്കുള്ളിൽ വന്ന ഒരു ഫോണാണെന്ന് പറയത്തില്ല ആരായാലും. ഒരു 30,000-40,000 രൂപ ഫോൺ എന്ന് പറയുള്ളൂ. കാരണം ഇതിൻ്റെ ഡിസൈൻ അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കിലാണ് ഗൈസ്. ഒരു ഗ്രീൻ ടെക്സ്ചർ ഒക്കെ ആയിട്ടാണ് ഗൈസിൻ്റെ ഡിസൈൻ വരുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ തന്നെ 1, 2, 3 ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2 ക്യാമറ ഉള്ളൂ തോന്നുന്നുണ്ട്. ഒരെണ്ണം ചുമ്മാ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ക്യാമറ ആയിട്ട് തോന്നുന്നില്ല ഗൈസ്. പിന്നെ ഒരു ഫ്ലാഷും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ലുക്കിൽ വേറെ ലെവൽ പ്രീമിയം ലുക്കാണ് ഗൈസ് ഫോൺ വരുന്നത്. അതുപോലെ തന്നെ ബാക്കി ഒരു ഫോണിൻ്റെ ഡീറ്റെയിൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡൈനാമിക് ഐലൻഡ് വരുന്നുണ്ട് ഗൈസ്. ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ചാർജ് ചെയ്യുമ്പോഴും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സോങ് കേൾക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ആ ഒരു പഞ്ച് ഹോൾ ക്യാമറയിൽ ഡൈനാമിക് ഐലൻഡ് വരും. അടിപൊളിയാണ് ഗൈസ്. നല്ല സ്റ്റൈലിഷ് ലുക്കാണ്. നല്ല പ്രീമിയം ഫിനിഷിങ്ങിലുള്ള ഒരു ഡൈനാമിക് ഐലൻഡ് തന്നെയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഈ ഒരു റിയൽമി C65 എന്ന് പറയുന്ന ഫോണിൽ വരുന്നത് 120 ഹെഡ്സിന്റെ ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം നല്ല സ്മൂത്ത് ആയിട്ടാണ് ഗൈസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നല്ല ബട്ടർ സ്മൂത്ത് ആയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ വീഡിയോ കാണുമ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ വീഡിയോ കാണുന്നുണ്ട്. നല്ല ക്വാളിറ്റിയിൽ നമുക്ക് മൂവീസ് ആയാലും അതുപോലെ തന്നെ യൂട്യൂബിലത്തെ വീഡിയോസ് ആയാലും ഏതിലത്തെ വീഡിയോസ് ആയാലും നല്ല ക്വാളിറ്റിയിൽ നമുക്കിരുന്ന് ആസ്വദിച്ച് കാണാനായിട്ട് പറ്റും ഈ ഒരു മൊബൈലിൽ. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഈ ഒരു ഫോണിൽ വരുന്ന പ്രൊസസ്സർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡിലത്തെ തന്നെ ഫസ്റ്റ് പ്രൊസസ്സർ ആയിട്ടുള്ള MediaTek Dimensity 6300 എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു പ്രൊസസ്സറാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലാഗ് ഒന്നും കൂടാണ്ട് ഫോൺ നമുക്ക് യൂസ് ചെയ്യാനും വീഡിയോസ് കാണാനും അതുപോലെയുള്ള നമ്മുടെ യൂസൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് തൽക്കാലം ഈ ഒരു പ്രൊസസ്സറിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഫ്രണ്ട്സ്, ഇതൊരു 5G ഫോണാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റ് സ്ലോ ആവുന്നുള്ള കാര്യത്തിലോ അല്ലെങ്കിൽ നെറ്റിന് സ്പീഡ് കിട്ടില്ല എന്നുള്ള കാര്യത്തിലോ പേടിക്കേണ്ട. അതുകൂടാണ്ട് ഗൈസ്, ഈ ഒരു ഫോണിന്റെ ലുക്ക് പറയുകയാണെങ്കിൽ നല്ല പ്രീമിയം ലുക്കാണ്. അത്യാവശ്യം നല്ല ഫ്ലാഗ്ഷിപ്പ് മോഡലുകളിലൊക്കെ വരുന്ന ലുക്കാണ് ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോൺ കൊടുത്തിരിക്കുന്നത്. ലുക്കിന്റെ കേസിലും ഫോൺ വേറെ ലെവലാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഫോൺ ഇഷ്ടപ്പെട്ടോ? നല്ല അടിപൊളി പ്രീമിയം ലുക്ക് അല്ലേ? അതുപോലെ അടിപൊളി വെറൈറ്റി ഫീച്ചേഴ്സ് അല്ലേ? 10,000 രൂപയ്ക്ക് ഇത്ര ഫീച്ചേഴ്സും ഇത്ര പ്രീമിയം ലുക്കിൽ വേറെ ഫോൺ കിട്ടാൻ സാധ്യത കുറവാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫോൺ വാങ്ങിക്കണം അല്ലെങ്കിൽ ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്ന വെറൈറ്റി ചാനൽ ടെക്നോ ഫ്ലിപ്പ്. പീസ് ഔട്ട്. ബൈ.